Ha! Shit. Ha! Ada cross കൊടുത്ത് എന്തൊരു കാല് പോകും.
ഇല്ല, ഇത് ഇവിടത്തേക്ക് വേണ്ടി. ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. മത്സരം ആദ്യ പകുതി കഴിഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവസാനിക്കുന്നതാണ്. കൊച്ചിപ്പൻ മാപ്പിള കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ രംഗത്ത് മികച്ച സംഭാവന നൽകിയ ഒരു വ്യക്തിത്വമാണ്. കേരള ഫുട്ബോൾ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ്, പത്തനംതിട്ട ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ്, ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്നീ നിലകളിൽ തിരുവല്ലയിലെ ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ചേർന്നാണ് ഈ ടൂർണമെന്റ് നടത്തുന്നത്. ഈ ചടങ്ങില് ആരംഭത്തിൽ നമ്മുടെ MLA സ്വാഗതം പറഞ്ഞതാണ്. എങ്കിലും മുഖ്യമന്ത്രി എത്തിയ സ്ഥിതിക്ക് തിരുവല്ലയിലെ പൗരാവലിക്ക് വേണ്ടി MLA ശ്രീ മാത്യു ടി തോമസ് ഉമ്മൻചാണ്ടി സാറിനെ സ്വാഗതം പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. എൻ്റെ സ്വാഗത പ്രസംഗത്തോടുകൂടി ആരംഭിച്ചൊരു പരിപാടിക്ക് വീണ്ടും സ്വാഗതം പറയുന്നത് നമ്മുടെ വിശിഷ്ടാതിഥി ബഹുമാന്യായ മുഖ്യമന്ത്രി ഈ വേദിയിൽ എത്തിച്ചേർന്ന പശ്ചാത്തലത്തിലാണ്. വളരെയധികം തിരക്കുകൾക്കിടയിലും തിരുവല്ലയിലെ ഈ സംരംഭത്തിന് എത്തിച്ചേർന്ന് ഉദ്ഘാടനം ചെയ്യാൻ സമയം കണ്ടെത്തിയതിന് ആ വലിയ മനസ്സിന് ഞങ്ങളെല്ലാവരും അങ്ങേറ്റം കടപ്പെട്ടവരാണ്. കൊച്ചിപ്പൻ മാപ്പിളയുടെ സ്മരണാർത്ഥം നടക്കുന്ന ഈ ടൂർണമെന്റ് എല്ലാ വർഷവും മുടങ്ങാതെ നടത്തുന്ന ഒരു സംരംഭമാക്കി മാറ്റിയെടുക്കണം എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്റ്റേഡിയത്തിന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ശ്രീ PC തോമസിന്റെ MLA ആയിരുന്ന സമയത്ത് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനം അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ പവിലിയൻ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. സ്റ്റേഡിയത്തിന് ചില വികസന ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരുടെയും പേരിൽ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ പേരിൽ ഈ പരിപാടി പങ്കെടുക്കുന്ന കായിക പ്രതിഭകളുടെയും കായിക പ്രേമികൾ എല്ലാവരുടെയും പേരിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ ഏറ്റവും വിനയപൂർവ്വം ഹാർദവമായി ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് വാർത്തകൾ. ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടി അവർ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ MLA മാത്യു ടി തോമസ്, പ്രിയങ്കരനായ തിരുവല്ലക്കാരുടെ പ്രിയങ്കരനായ അനന്തഗോപൻ, സനൽകുമാർ, മുൻ മുനിസിപ്പൽ ചെയർമാൻമാരായ ചെറിയാൻ കോളച്ചെറുക്കൻ, ജയകുമാർ, പ്രിയങ്കരനായ വർഗീസ് മാമൻ, ഈ ടൂർണമെൻറ്റിൻ്റെ ജനറൽ കൺവീനർ ഡോക്ടർ റെജിനോൾഡ് വർഗീസ്, രഞ്ജി കെ ജേക്കബ്, സുധി VS, PV രാജപ്പൻ, ജോയി പൗലോസ്, വർഗീസ് മാത്യു, മറ്റ് വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള കായിക താരങ്ങളെ, നാട്ടുകാരെ, ഇന്ത്യൻ ഫുട്ബോളിന് കേരളത്തിൻ്റെ സംഭാവനയായിരുന്നു കൊച്ചിപ്പൻ മാപ്പിള. കളിക്കളത്തിൽ എന്ന പോലെ തന്നെ ജീവിതത്തിലും തികഞ്ഞ സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടി കാര്യങ്ങളെ നോക്കിക്കണ്ട വലിയൊരു വ്യക്തിത്വം കൂടിയായിരുന്നു ശ്രീ കൊച്ചിപ്പൻ മാപ്പിള. കൊച്ചിപ്പൻ മാപ്പിളയുടെ അകാലത്തിലുള്ള വേർപാട് തിരുവല്ലയിലെ പൊതുസമൂഹത്തിനേറ്റ വലിയൊരു ആഘാതമായിരുന്നു. അല്ലെങ്കിൽ ഇതുപോലുള്ള കളിക്കളങ്ങളിൽ അതിൻ്റെ നായകത്വം ഏറ്റെടുത്ത് നിറഞ്ഞു നിൽക്കേണ്ടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീ കൊച്ചിപ്പൻ മാപ്പിള. അതുകൊണ്ട് കൊച്ചിപ്പൻ മാപ്പിളയുടെ ഓർമ്മ നിലനിർത്താൻ തിരുവല്ലയിലെ പൊതുസമൂഹം അവരൊറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നാണ് ഈ ഫുട്ബോൾ ടൂർണമെൻറ്റുമായി മുന്നോട്ട് പോകുന്നത്. കൊച്ചിപ്പൻ മാപ്പിളയുടെ കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.
ഇന്നിവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആയിരക്കണക്കായ ജനങ്ങൾ കൊച്ചിപ്പൻ മാപ്പിളയോടുള്ള ആദരവ് കൂടിയാണ് നമുക്ക് ബോധ്യമാക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഒട്ടേറെ സമയ ചുരുക്കത്തിനിടയിലും ഈ ഫുട്ബോൾ മേള ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നത് തിരുവല്ലയിലെ ജനങ്ങളെ സംബന്ധിച്ച് ഞങ്ങളത് അഭിമാനമായി കാണുന്നു. ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഒരിക്കൽ കൂടി ഈ തിരുവല്ലയിലേക്ക് ഈ ഇവിടുത്തെ കായിക പ്രേമികളുടെ പേരിൽ, പൊതുസമൂഹത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഈ ചടങ്ങ്, ഈ ഫുട്ബോൾ മത്സരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവരെ ക്ഷണിക്കുകയാണ്. അധ്യക്ഷൻ ശ്രീ ആൻഡ്രൂ ആന്റണി MP, ശ്രീ മാത്യു ടി തോമസ് MLA, ശ്രീ അനന്ത ഗോപൻ, ശ്രീ ചെറിയാൻ കോളച്ചിറയ്ക്കൽ, ശ്രീ ജയകുമാർ, ശ്രീ പ്രതാപചന്ദ്ര വർമ്മ, ശ്രീ വർഗീസ് മാമൻ, ശ്രീ സനുകുമാർ, ശ്രീ ഈപ്പൻ കുര്യൻ, ശ്രീ കൊച്ചുമോൻ, മറ്റ് വിശിഷ്ട അതിഥികളെ, കൊച്ചിപ്പൻ മാപ്പിള മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഭാരവാഹികളെ, ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീം അംഗങ്ങളെ, സ്പോർട്സ് പ്രേമികളെ, സുഹൃത്തുക്കൾ, കൊച്ചിപ്പൻ മാപ്പിള മെമ്മോറിയൽ ഒന്നാമത് ഓൾ കേരള ഫുട്ബോൾ ടൂർണമെൻറ്റ് അത് ഇന്ന് ഔപചാരികമായി ഇവിടെ തുടക്കം കുറിക്കുകയാണ്. കൊച്ചിപ്പൻ മാപ്പിളയെ കുറിച്ച് ഒരു പരിചയം, അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും ഞാൻ ഈ തിരുവല്ലയിൽ നിന്ന് കൊണ്ട് പറഞ്ഞാൽ അത് അധികപ്പറ്റാകുമെന്ന് എനിക്കറിയാം. അദ്ദേഹം തിരുവല്ലയിൽ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. രാഷ്ട്രീയ, സാമൂഹ്യ, സ്പോർട്സ് മേഖലകളിലെല്ലാം അദ്ദേഹം തൻ്റെ സാന്നിധ്യം തെളിയിച്ചിട്ടുണ്ട്. ആ മേഖലകളിലൊക്കെ പ്രവർത്തിച്ച് വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സ്പോർട്സ് പ്രേമി ആയിരുന്നു. ഫുട്ബോൾ രംഗത്ത് അദ്ദേഹം വിലപ്പെട്ട സംഭാവന ചെയ്ത ഒരു പ്രതിഭയായി. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ഇങ്ങനൊരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ഏറ്റവും ഉചിതമായ തീരുമാനമാണ്. ഒന്നാമത്തെ ടൂർണമെൻറ്റ് തന്നെ ശ്രദ്ധേയമായി മാറുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ പങ്കെടുക്കുന്ന 8 ടീമുകൾ 8ഉം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടീമുകളാണ്. ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. ഈ ടൂർണമെൻറ്റ്, കൊച്ചിപ്പൻ മാപ്പിള മെമ്മോറിയൽ ഓൾ കേരള ഫുട്ബോൾ ടൂർണമെൻറ്റ് ഒരു വലിയ വിജയമാകട്ടെ. വരും വർഷങ്ങളിൽ കൂടുതൽ വിജയകരമായി നടത്താൻ ഇതിൻ്റെ സംഘാടകർക്ക് സാധിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയ്. ഒറ്റവാക്കിലുള്ള 2 ആശംസാ പ്രസംഗങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് സനൽകുമാറിനെ ആശംസിക്കുന്നു. MLA മാത്യു ടി തോമസ്, ശ്രീ ബ്ലെസ്സി, പ്രതാപചന്ദ്ര വർമ്മ, CPMന്റെ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K അനന്തഗോപൻ, വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ നാട്ടുകാരെ, കായിക പ്രേമികളെ, തിരുവല്ലയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് പ്രിയപ്പെട്ട കൊച്ചിപ്പൻ മാപ്പിളയെ സ്മരിച്ചുകൊണ്ട് ഇങ്ങനെയൊരു കായികമേള ഇവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് വേണ്ടി, ഈ നാട്ടിലാകെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ഈ പ്രസ്ഥാനത്തെ നെഞ്ചേറ്റി ഇത് വൻപിച്ച വിജയമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ കായിക പ്രേമികളായിട്ടുള്ള വ്യക്തികളുണ്ട്.
അവരെല്ലാം കൊച്ചിപ്പൻ മാപ്പിളയെ എത്ര കണ്ട് സ്നേഹിച്ചിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ആരാധനായ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം തന്നെ കൊച്ചിപ്പൻ മാപ്പിളയെ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ പോലെയുള്ള ജനനേതാക്കന്മാർ എത്ര സ്നേഹത്തോടു കൂടി കണ്ടിരുന്നു എന്നത് ഞങ്ങൾക്ക് അത്യധികമായ നന്ദി ഈ കാര്യത്തിലുണ്ട്. CPIM-നെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തം കൂടിയാണിത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന കൊച്ചിപ്പൻ മാപ്പിള ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ചേർന്നാണ് ഈ ഫുട്ബോൾ നടത്തുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ്. ഈ അഭിമാനകരമായ മുഹൂർത്തം വലിയ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തും. BJP ദേശീയ നിർവാഹക സമിതി അംഗം KR പ്രതാപ്. ആരാധനായ ഈ ഉദ്ഘാടന സമ്മേളന അധ്യക്ഷൻ നമ്മുടെ ആരാധനായ ആന്റോ ആൻ്റണി MP അവരുകളെ, പാത്തോട്ടി തോമസ് MLA അവരുകളെ, നമ്മുടെ ഉദ്ഘാടകൻ ഏറ്റവും ആരാധനായ ബഹുമാനായ കേരളത്തിൻ്റെ അഭിമാനമായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ അവരുകളെ, മറ്റ് കായിക പ്രേമികളെ, ആരാധിക്കുകയും സ്നേഹിക്കുകയും ജീവന് തുല്യമായി കൊണ്ടു നടക്കുകയും ചെയ്ത വ്യക്തി, അദ്ദേഹത്തെ ആരാധിക്കുവാൻ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തുവാൻ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നാട്ടിലെ എല്ലാ രാഷ്ട്രീയ സാമൂഹിക സംഘങ്ങളും ചേർന്ന് നടത്തുന്ന ഈ പ്രസ്ഥാനത്തിന് വൻപിച്ച വിജയമാക്കി തീർക്കുവാൻ നിങ്ങളെല്ലാവരുടെയും സഹകരണം തുടർന്നും ഉണ്ടാവണം. ഇതിനൊന്നും തുടർന്നുള്ള വർഷങ്ങളിലും ഉണ്ടാകണം. നമ്മുടെ കേരള സർക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും സഹകരണം ഉണ്ടാകണം. നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ ഫുട്ബോൾ മേള നിരവധി വർഷങ്ങൾ തുടർന്നുള്ള വർഷങ്ങളിലും വിജയമാക്കാൻ സാധിക്കട്ടെ. അതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്തേ. AVS ബിൽഡേഴ്സിന്റെ ഉടമ ശ്രീ സുധി എബ്രഹാമിന് ആദരനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇപ്പോൾ മെമൻറ്റോ നൽകുന്നതാണ്. പറ്റിയൊരു മോൻ്റെ ഇവിടെ കുട്ടിയുടെ പേരെന്ത്? അടുത്ത കുമാരി നിഖിത ഇന്ത്യൻ ടീമിനെ ഈ ചടങ്ങിന് കൃതജ്ഞത അർപ്പിക്കുന്നതിന് വേണ്ടി കൊച്ചിപ്പൻ മാപ്പിള സ്മാരക ഫുട്ബോൾ ടൂർണമെന്റിന്റെ മുഖ്യ സംഘാടകൻ ശ്രീ ചെറിയാൻ പോളച്ചർക്കലിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ശ്രീ KI കൊച്ചിപ്പൻ മാപ്പിളയുടെ സ്മരണാർത്ഥം ഇന്നിവിടെ ആരംഭിക്കുന്ന ഓൾ കേരള ഫുട്ബോൾ ടൂർണമെൻറ്റിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ്, തിരുവല്ലക്കാർക്ക് വളരെയധികം അഭിമാനമുണ്ട്. അദ്ദേഹം പറഞ്ഞ സമയത്ത് തന്നെ കൃത്യസമയത്ത് ഇവിടെ വന്നു ചേർന്ന് ഈ ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്തതിൽ ഈ സംഘാടകർക്കുള്ള നന്ദി അറിയിക്കുക. അതിനോടൊപ്പം തന്നെ തിരുവല്ലക്കാരുടെ ഒരു സ്വപ്നമാണ് യശസ്വരനായ ബേബിച്ചായൻ്റെ പൈനുമുട്ടിൽ ബേബിച്ചായൻ്റെ സ്വപ്നമായിരുന്ന ഈ സ്റ്റേഡിയം കല്ലൂർ സ്റ്റേഡിയം പോലെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൽ നിന്നും കിട്ടേണ്ട സഹായങ്ങൾ നൽകി സഹായിക്കണം എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ കൃതജ്ഞത അർപ്പിക്കുന്നു.
That we read out the names of the players. Sir. SBT in all red. Number 23 is Mithun, goalkeeper. Number 5 is Johnson. Number 2, Rahul Raj. Number 24 is Lijo. 15, Abdul Nawshad. Number 14 is Sumesh. Number 29, Sishan. 6 is Jijo Joseph, who scored the match winner against the semi-opponent. Rasool, number 17, Shibin Lal, number 22, and Shaiju Mon, number 8. And Jean Christian, Sajid, Shajir, Martin John, Muhammad Aslam Jr. and Muhammad Aslam Sr. and Nasib Sahir are on the reserve list. Among the KSCP players, number 22 is Nelson, goalkeeper. Number 10 is Rakesh. 26 is Suljit. Number 4 is Prince Paulus. Number 8, Sudhil. Number is Akhil Soman. Number 30, Chiku James. Sir. All set for the match to begin, and I think SBT has won the toss and is going to kick off from right to left. SBT in red is on the southern side, and in green and black.
എന്താ സാറോ ഏതാ ആ അതല്ലേ പറയാം എവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ റൈറ്റോ ആ ഹാ ഹാ ഇന്നലെ എന്നെ വിളിച്ചിട്ട് എടുക്കാൻ ഞാൻ ചെരുപ്പായിരുന്നു രാവിലെ അത് ശരി അല്ല മറ്റേ ജയൻ്റെ മറ്റേ ഇതിനെ അല്ല എന്നെ പറ്റി എഴുതിയിട്ടില്ലായിരുന്നു ആ സമയത്തൊന്നും അത് ശരി ആ ഇത് കഴിഞ്ഞിട്ട് കാണാമെന്ന് ഹലോ ആ വിജിന് വീട്ടിൽ നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു ഫോൺ ഓഫാണോ അവനെ അറിയത്തില്ല ഞാൻ ഇപ്പോൾ ഇവിടെ ഫുട്ബോൾ കളിയുടെ അവിടെ അവൻ എൻ്റെ കൂടെ വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര ഉറക്കമായിട്ട് കിടക്കുക അതിൽ അത്യാവശ്യം വല്ലതും ഉണ്ടോ അവന് അമ്മയുടെ നമ്പർ അറിയാമോ എനിക്ക് മോനെ ഇത് നോക്കാതെ അറിയത്തില്ല ഞാൻ അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം എന്താ മോൻ്റെ പേരെന്നെ സുബിനാണോ ആ ആ മനസ്സിലായി ആ ഞാൻ എന്നാൽ വൈഫിനെ അവളെ വിളിച്ചിട്ട് പറയാമേ അങ്ങോട്ട് വിളിക്കാൻ പറയാം അവനെ ഞാൻ അന്ന് ഒന്ന് ഹോൾഡ് ചെയ്യേ പിന്നെ ഇവിടെ ഇപ്പോൾ പന്ത് കളി എടുത്തോണ്ടിരിക്കുക ഹോൾഡ് ചെയ്യും നയൻ 747 9531 78 വെയിൽ കൊള്ളരുത്
എന്താണ് വിശേഷം? ഇത് ഇതായിരുന്നെങ്കിൽ ടെറസായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആ ചേട്ടാ സുധീഷായിരുന്നു. ഞാനേ ഇവിടെ നമ്മുടെ
Yeah.
കിട്ടുന്നത് കിട്ടും. ചേട്ടാ അവരും കൂടെ ആരാ പറ്റാത്താരോ പെട്രോൾ അടിച്ചോ? ആർക്കാ പറ്റാത്ത? ആർക്കാ പറ്റുന്ന സാറിന് പറയാൻ പറഞ്ഞു. വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഇത് വന്നിട്ടില്ല. കുഴപ്പമില്ല കുഴപ്പമില്ല. വർക്കോ? ഓ അങ്ങെടുപ്പാ. 25 തൊട്ടുണ്ട്. ഓ ഞാൻ പിന്നെ നിങ്ങൾ അനിൻ്റെ അവിടെ വന്നായിരുന്നു. അവിടെ ഞാൻ അനിലെ വിളിച്ച് വരുത്തിയായിരുന്നു. ഫുട്ബോളിൻ്റെ പറഞ്ഞു ഇന്നത്തെ മാത്രം ഇട്ടേക്ക് ബാക്കിയെല്ലാം ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് 5:30 മുമ്പ്. അത് കഴിഞ്ഞ് ഞാനങ്ങ് പോകാമെന്ന് പറഞ്ഞു. അപ്പം വന്നപ്പോൾ തന്നെ വണ്ടി അവിടെ ഇരിക്കുന്നു. അപ്പം ഞാൻ ഓർക്ക് നിങ്ങൾ വന്നില്ലയോ എന്നോ അതിനെ പെട്ടെന്ന് വിളിച്ചത്. അവന് എൻ്റെ വർക്ക് തന്നേച്ചു പോകും. എവിടെ അതാൻ ചെല്ല അവനെ ഒന്ന് വിളിക്കാൻ. അല്ല എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുതരും തീർന്നു കഴിയുന്നു. വിളിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇവിടെയാണ് പബ്ലിക് സ്റ്റേഡിയത്തിൽ. കൊച്ചിപ്പൻ മാപ്പിള മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരമാണ് തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ആവേശകരമായ ഇന്നത്തെ മത്സരത്തിൽ KSEB SB ടീമുമായി ഏറ്റുമുട്ടുകയാണ്. അനവധി ഫുട്ബോൾ പ്രതിഭകൾക്ക് ജന്മം നൽകിയ തിരുവല്ലയിൽ വീണ്ടും ഒരു ഫുട്ബോൾ മാമാങ്കം അരങ്ങേറുകയാണ്. ആവേശകരമായ ഇന്നത്തെ ഫൈനൽ മത്സരത്തിൽ KSEB SB ടീമുമായി ഏറ്റുമുട്ടുകയാണ്.
മത്സരത്തിൻ്റെ ഒന്നാം പകുതി അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിരിക്കുകയാണ്. 8-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ ഷൈയുമോനിലൂടെ SB ടീം, അതുപോലെ തന്നെ 4-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ പ്രിൻസ് സൗരോസിലൂടെ KSCBയും മറുപടി ഗോൾ നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഇരു ടീമുകളും ഒന്നാം പകുതി അവസാനിക്കുമ്പോൾ ഓരോ ഗോൾ വീതം നേടിയിരിക്കുകയാണ്. ആവേശകരമായ ഒരു ഫുട്ബോൾ മത്സരമാണ് തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ ഇപ്പോൾ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത് കൊച്ചിപ്പൻ മാപ്പിള മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റാണ് തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ ഇപ്പോൾ നടന്നു വരുന്നത്. ഏറ്റവും ആവേശകരമായുള്ള കലാശ മത്സരമാണ്, ഫൈനൽ മത്സരമാണ് ഇപ്പോൾ തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഫുട്ബോൾ ടൂർണമെന്റ് അവസാന മത്സരം ദർശിക്കുവാനായിട്ട് തീർച്ചയായിട്ടുള്ള പ്രിയപ്പെട്ട കായിക പ്രേമികൾ, നിങ്ങളെ അവരെയും ഈ ഫൈനൽ മത്സരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം കഴിഞ്ഞ ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന ഈ ഫുട്ബോൾ മത്സരം ഒരു യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ ഞങ്ങളോട് സഹകരിച്ച ഒട്ടേറെ വ്യക്തികളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്. അവരോടെല്ലാം ഒരു വാക്കിൽ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ നന്ദി രേഖപ്പെടുത്തുവാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള സ്റ്റേഡിയം തിരുവല്ല മുനിസിപ്പൽ കൗൺസിൽ മത്സരത്തിന് വേണ്ടി വിട്ടുതരികയും അതിനുവേണ്ടിയ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരികയും ചെയ്തു. തിരുവല്ല മുനിസിപ്പൽ ചെയർപേഴ്സണോടും മുനിസിപ്പൽ കൗൺസിലേഴ്സിനോടും മുനിസിപ്പാലിറ്റിയിലെ വിവിധ ഉദ്യോഗസ്ഥരോടും മറ്റ് ജോലിക്കാരോടും ഈ സ്റ്റേഡിയം ഈ മത്സരത്തിന് അനുയോജ്യമാക്കി തീർക്കത്തക്ക രീതിയിൽ തന്ന് സഹായിച്ചതിലുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ. ഒരു 10 ദിവസം മുൻപ് ഈ സ്റ്റേഡിയം വന്ന് നോക്കുകയായിരുന്നുവെങ്കിൽ അതിൻ്റെ അവസ്ഥയിലല്ല ഇന്ന് ഈ സ്റ്റേഡിയം കാണുന്നത്. ഈ സ്റ്റേഡിയത്തിലെ നിറഞ്ഞു നിന്നിരുന്ന പുല്ല് ചെത്തി വൃത്തിയാക്കി മനോഹരമാക്കി എല്ലാവർക്കും സൗകര്യമായിട്ടിരുന്ന കളി കാണത്തക്ക രീതിയിൽ നല്ല ശുചിത്വത്തോടും വെടിപ്പോടും കൂടി ഈ സ്റ്റേഡിയം ഒരുക്കി തന്നത് ബിലീവേഴ്സ് ചർച്ചിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. ബിലീവേഴ്സ് ചർച്ച് ചെയ്ത ആ കഠിന പ്രയത്നത്തോടും അവരുടെ ഔദാര്യ മനോഭാവത്തോടും ഞങ്ങൾ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഒട്ടേറെ കടപ്പെട്ടിരിക്കുകയാണ്. ബിലീവേഴ്സ് ചർച്ചിന്റെ എല്ലാ ഭാരവാഹികളോടും പ്രത്യേകിച്ച് ഈ സ്റ്റേഡിയത്തിൽ വന്ന് സന്നദ്ധ സേവനം ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ. ഈ ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ സൗകര്യങ്ങൾ ചെയ്ത് തരുന്നത് തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലാണ്. പുഷ്പഗിരി ഹോസ്പിറ്റലിലെ ഡോക്ടർ ഷിബു വർഗീസ്, ഡോക്ടർ മാത്യു തുടങ്ങിയ ഡോക്ടേഴ്സ് സ്ഥിരമായിട്ട് ഈ മത്സരത്തിൽ ത്രൂ ഔട്ട് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. പുഷ്പഗിരി ഹോസ്പിറ്റലിന്റെ CEO ഷാജി അച്ഛന്, അതുപോലെ മറ്റ് ഭാരവാഹികൾ ഒക്കെ വളരെ നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരണം തന്ന് സഹായിച്ചിട്ടുണ്ട്. പുഷ്പഗിരി ഹോസ്പിറ്റലിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കട്ടെ. ഈ ടൂർണമെന്റിന് ആവശ്യമായ ആംബുലൻസ് സൗകര്യങ്ങൾ പുഷ്പഗിരി ഹോസ്പിറ്റലിനോടൊപ്പം ചേർന്ന് നൽകിയത് തിരുവല്ല റെഡ് ക്രോസ് ആണ്. റെഡ് ക്രോസ് സൊസൈറ്റി തിരുവല്ലയിൽ നൽകുന്ന ആതുര സേവനങ്ങൾ എപ്പോഴും വിലമതിക്കപ്പെടുന്നതാണ്. ഈ ടൂർണമെന്റിന് റെഡ് ക്രോസ് സൊസൈറ്റി നൽകി തന്ന സേവനങ്ങളെ പ്രത്യേകിച്ച് MP ഗോപാലകൃഷ്ണൻ സാർ നൽകി തന്ന നേതൃത്വത്തിന് ഞങ്ങൾ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സ്റ്റേഡിയത്തില് കളിയുടെ പ്രതലം നല്ലതായിട്ട് ഒരുക്കുന്നതിന് വേണ്ടി ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് പത്തനംതിട്ട ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനാണ്. ക്രിക്കറ്റ് അസോസിയേഷന്റെ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് ഞങ്ങൾക്ക് സ്റ്റേഡിയം നന്നാക്കുവാനായിട്ട് സാധിച്ചു, മനോഹരമാക്കുവാനായിട്ട് സാധിച്ചു. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനോട് നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ. ഈ ടൂർണമെന്റിന് ഒട്ടേറെ വോളണ്ടിയേഴ്സ് വന്ന് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. തിരുവല്ല മാർത്തമ്മ കോളേജിലെ പുരുഷ വനിതാ ടീമിലെ അംഗങ്ങൾ, തിരുവല്ലയിലെ സെൻട്രലൈസ്ഡ് സ്പോർട്സ് ഹോസ്റ്റലിലെ കുട്ടികൾ, കോച്ചസ്, മാർത്തമ്മ കോളേജിലെ സ്പോർട്സ് ഹോസ്റ്റലിലെ കോച്ചസ്, സോക്കർ അക്കാഡമിയുടെ ഈ സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തുന്ന സോക്കർ അക്കാഡമിയുടെ കളിക്കാര്, തിരുവല്ല മാർത്തമ്മ കോളേജിലെ NSS വോളണ്ടിയേഴ്സും NCC വോളണ്ടിയേഴ്സും NCC കാഡറ്റ്സും വളരെയധികം സഹായങ്ങൾ ഞങ്ങൾക്ക് നൽകി തന്നിട്ടുണ്ട്. അവരോടുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ. പോലീസ് വിഭാഗം നല്ല സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. പോലീസ് വിഭാഗത്തിനോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ.
നൽകി പത്രമാധ്യമത്തിൽ കൂടിയും അതുപോലെ തന്നെ ദൃശ്യമാധ്യമത്തിൽ കൂടിയും വേണ്ട എല്ലാ പബ്ലിസിറ്റിയും തന്ന് സഹായിച്ച ദൃശ്യ പ്രിന്റ് മീഡിയകളോടുള്ള നന്ദി ഈ അവസരം രേഖപ്പെടുത്തട്ടെ. ഈ ടൂർണമെന്റിന് അനൗൺസിങ്ങും കമന്റേറ്റേഴ്സുമായിട്ട് പ്രവർത്തിച്ച അതിന് നേതൃത്വം നൽകിയ പ്രൊഫസർ ബാബു സക്രിയ സാറ്, മോനി, ഷാജിക്കുട്ടി എന്നിവരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ. കേരള ഫുട്ബോൾ അസോസിയേഷൻ എല്ലാ സൗകര്യങ്ങളും ഈ ടൂർണമെന്റിൽ ചെയ്ത് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരള ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ KM മേത്ത ISL ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഉദ്ഘാടന ദിവസത്തിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല. എന്നാൽ സമാപന ചടങ്ങിന് തീർച്ചയായിട്ടും വരുമെന്നാണ് ഞങ്ങളെ അറിയിച്ചിരുന്നത്. ഇന്നലെ നടന്ന ISL ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ബോംബെയിലായതിനാൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയില്ല എന്നറിയിച്ചു. ഈ ടൂർണമെന്റിന് എല്ലാ ആശംസകളും അർപ്പിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ പ്രോത്സാഹനങ്ങളും തന്ന് സഹായിക്കുകയും ചെയ്യാമെന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു. അതനുസരിച്ചിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. കേരള ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ KM മേത്തറിനോടും ഫുട്ബോൾ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, അതിന്റെ ഓഫീസ് ബെയറേഴ്സ് തുടങ്ങിയ ഒട്ടേറെ പേരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. കേരള ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരോടും ഉള്ള നന്ദി അവസരം രേഖപ്പെടുത്തട്ടെ. സമീപ ജില്ലാ ഫുട്ബോൾ അസോസിയേഷനിൽ നിന്നും ഒട്ടേറെ ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. പഴയകാല കളിക്കാർ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അവരെല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ. ഈ ടൂർണമെന്റിന് വേണ്ടിയ സ്പോൺസർഷിപ്പ് തന്ന് നമ്മളെ സഹായിച്ചിട്ടുള്ള ഒട്ടേറെ ആൾക്കാരുണ്ട്. ആരുടെയും പേര് ഞാൻ എടുത്ത് പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല. സ്പോൺസർഷിപ്പ് തന്ന് പരസ്യങ്ങൾ തന്ന് ഞങ്ങളെ സഹായിച്ച എല്ലാവരുടെയും പരസ്യങ്ങൾ ഈ സ്റ്റേഡിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പരസ്യങ്ങളായിട്ടും അല്ലാതെയും സംഭാവനകൾ നൽകിയും ഒക്കെ ഞങ്ങളെ സഹായിച്ച എല്ലാ മാന്യ വ്യക്തികളോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഈ ടൂർണമെന്റിൽ വന്ന് സംബന്ധിച്ച എല്ലാ ടീം അംഗങ്ങളോടും ഈ കളി നിയന്ത്രിച്ച ഒഫീഷ്യൽസിനോടും ഉള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഈ ടൂർണമെന്റില് തിരുവല്ലയിലെ കായിക പ്രേമികൾ വളരെ അച്ചടക്കത്തോടും സഹകരണത്തോടുകൂടാണ് പ്രവർത്തിച്ചത്. ഈ ടൂർണമെന്റ് ദർശിക്കുവാനായിട്ട് എത്തിച്ചേർന്ന എല്ലാ കായിക പ്രേമികളോടും ഉള്ള നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തട്ടെ. ഈ ടൂർണമെന്റ് വരും വർഷങ്ങളിലും ഒരു വിജയമാക്കി തീർക്കുവാനായിട്ട് നിങ്ങളുടെ ഏവരുടെയും സഹായം ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ഭാരവാഹികളും ജില്ലാ ഫുട്ബോൾ അസോസിയേഷനെ സ്നേഹിക്കുന്ന ഒട്ടേറെ കായിക പ്രേമികളും തിരുവല്ലയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടേറെ ആൾക്കാരും ഈ ടൂർണമെന്റിന് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകി തന്നു. തിരുവല്ലയിലെ നമ്മുടെ MP-മാരായ പ്രൊഫസർ PJ കുര്യൻ, ആന്റോ ആന്റണി, മാത്യു തോമസ് MLA, ജന നേതാക്കന്മാരായ ചെറിയൻ പോളച്ചെറുക്കൻ, ഈപ്പൻ കുര്യൻ, അഡ്വക്കേറ്റ് വർഗീസ് മാമൻ തുടങ്ങി ഒട്ടേറെ ആൾക്കാർ, വിക്ടർ T തോമസ് തുടങ്ങി ഒട്ടേറെ ആൾക്കാർ ഈ ടൂർണമെന്റ് ഭംഗിയായി നടത്തുവാനായിട്ട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അവരെല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തട്ടെ. ടൂർണമെന്റിന് എല്ലാ പ്രോത്സാഹനങ്ങളും തിരുവല്ലയിൽ നിന്നും പ്രവാസികളായിട്ടുള്ളവർ ഈ ടൂർണമെന്റിന് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രവാസികളോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തട്ടെ. വരും വർഷങ്ങളിലും ഈ ടൂർണമെന്റ് ഏറ്റവും ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ വർഷം ലഭിച്ച പോലെ തന്നെയുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും തുടർന്നും നൽകണം. കൂടുതൽ ആൾക്കാർ ഈ മത്സരങ്ങൾ കാണുവാനായിട്ട് കടന്നു വരണം. ഈ വർഷം ഒരു തുടക്കമെന്നുള്ള രീതിയിൽ കേരളത്തിലെ പ്രമുഖ ടീമുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ആരംഭിച്ചുവെങ്കിൽ അടുത്ത വർഷം ഇതൊരു സൗത്ത് ഇന്ത്യ ടൂർണമെന്റായും തുടർന്ന് ഒരു ഓൾ ഇന്ത്യ ടൂർണമെന്റായും മാറ്റുവാനായിട്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്